മനപ്രയാസം മൂലം ഉമ്മയ്ക്ക് വീടിന് പുറത്തിറങ്ങാനാകുന്നില്ല. എന്ത് തെറ്റാണ് ചെയ്തത്? മണാലി റീലിലൂടെ വൈറലായ നബീസ് ഉമ്മയുടെ മകൾ. ഈ നബീസ് ഉമ്മ മണാലിയിൽ പോയത്, മഞ്ഞ് വീണേതോ നാട്ടിലേക്ക് പോയതൊക്കെ കണ്ട് ഹാലിളകിയ ഒരു മതപണ്ഡിതൻ കഴിഞ്ഞ ദിവസം വേദിയിൽ ചില പരാമർശങ്ങളൊക്കെ നടത്തുകയുണ്ടായി. വളരെയധികം അധിക്ഷേപകരമായിട്ടുള്ള ചില പരാമർശങ്ങൾ. 25 വർഷം മുൻപ് ഭർത്താവ് മരിച്ച നഫീസ് ഉമ്മ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിലൊക്കെ ഈ മതപണ്ഡിതന് കൃത്യമായിട്ടുള്ള ചില പിടിവാശികളുണ്ട് എന്നുള്ളത് ആ ഒരു പ്രസംഗത്തിൽ നിന്ന് വ്യക്തമാണ്. അത് നഫീസ് ഉമ്മയുടെ കാര്യത്തിൽ മാത്രമല്ല, മതത്തിലെ എല്ലാ പെണ്ണുങ്ങളുടെ കാര്യത്തിലും പുള്ളിക്ക് ആ ഒരു പിടിവാശികൾ ഉണ്ട് എന്നുള്ളത് പിന്നീടുള്ള കുറെ ഡിസ്കഷൻസ് കണ്ട സമയത്ത് മനസ്സിലായി. മരിച്ചു കഴിയുമ്പോഴത്തേന് നിങ്ങളുടെയൊക്കെ ഭാര്യമാർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് എന്തിനാണ് ആകുലപ്പെടുന്നത്? ആ ഒരു സമയത്തെങ്കിലും അവരെ മനസ്സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടി വിട്ടുകൂടെ? ഏതായാലും പണ്ഡിതന്റെ ആ ഒരു ആഗ്രഹപ്രകാരം അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ നബീസ് ഉമ്മ വീടിന്റെ പുറത്തേക്ക് ഇപ്പോൾ ഇറങ്ങുന്നില്ല എന്നറിയാൻ കഴിഞ്ഞു. അതേപോലെ തന്നെ അയാൾക്ക് സ്വർഗത്തിൽ സീറ്റ് ഉറപ്പാക്കുന്ന തരത്തിലേക്കുള്ള മനപ്രയാസം ആ ഒരു സ്ത്രീക്ക് ഉണ്ടായതായിട്ടും അറിയാൻ കഴിഞ്ഞു. ഏതായാലും താങ്കൾക്കുള്ള സീറ്റ് സ്വർഗത്തിൽ റെഡിയാണ് എന്നുള്ളത് നിസ്സംശയം മനസ്സിലാക്കാൻ പറ്റും. ഇത്തരത്തിലുള്ള തോന്നിയാസങ്ങളൊക്കെ മതത്തില് വലിയ പുണ്യകർമ്മങ്ങളാണല്ലോ അല്ലേ?